വസ്സലാമു പരിശുദ്ധ റമദാനിൽ പരിശുദ്ധ ഖുർആൻ പരസ്പരം പാരായണം ചെയ്ത് കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നമ്മുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ആ മഹത്തായ ഒരു പ്രവർത്തനമാണ് പരിശുദ്ധ റമദാനിൽ തറാവീഹ് നമസ്കാരത്തിൽ ഒരു ഹാഫിദിനെ മുന്നിൽ നിർത്തി ആ ഹാഫിദിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ ആദ്യാവസാനം ആ ഹാഫിദ് ഓതുകയും പിന്നിലുള്ളവർ കേൾക്കുകയും ചെയ്യുക എന്നുള്ള ആ മഹത്തായ പുണ്യപ്രവൃത്തി നമ്മളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൽക്കർമ്മത്തെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ സന്തോഷിക്കേണ്ടത് ആത്മീയമായ കാര്യങ്ങളിലുള്ള സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഏറ്റവും ഉത്തമമായ കാര്യം പരിശുദ്ധ ഖുർആനാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. അള്ളാഹുവിൻ്റെ വലിയ കരുണയാണ്, അവൻ്റെ ഔദാര്യമാണ് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നമസ്കാരത്തിലൂടെ ഓതാനും ഓതി കേൾക്കാനും ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. പരിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ ആ റമദാനിലെ പ്രധാനപ്പെട്ട അമലാണ് ഇഫ്താർ. ആ ഇഫ്താറിന് വേണ്ടി കുടുംബത്തിലുള്ള അല്പം അകലെയുള്ള കുടുംബത്തിലുള്ള ആരെങ്കിലും ക്ഷണിച്ചാൽ അത് സ്വന്തം മക്കളായാൽ പോലും സന്തോഷപൂർവം അത് നിരസിച്ച് പരിശുദ്ധ റമദാനിൽ ആദ്യാവസാനം ഹാഫിദിന്റെ പിന്നിൽ നിന്ന് സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ ഇടമുറിഞ്ഞു പോകാതെ പരിശുദ്ധ ഖുർആൻ ഓതി കേൾക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളതിൻ്റെ പേരിൽ അത്തരം ഇഫ്താറുകളിൽ പോലും പങ്കെടുക്കാതെ ശ്രദ്ധ പുലർത്തുന്ന, കണിശത പുലർത്തുന്ന ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വിധത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന റമദാനിലും ഇതുപോലെ നന്മയിൽ പങ്കാളികളാകാൻ അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഹാഫിദ് മുഹമ്മദ് കൗസരി അവറുകൾ ജാമിഅ ഹിദായത്തുൽ ഇസ്ലാമിൻ്റെ ഉസ്താദാണ്. അദ്ദേഹം ഈ ഒരു ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അവസാനത്തെ റക്അത്തിൽ സൂറത്തുൽ ബഖറ വീണ്ടും ആവർത്തിച്ച് ഓതി വെച്ചിരിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് വരുന്ന റമദാനിൽ ആ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിങ്ങനെ ആവർത്തിച്ച് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷകരമായ ഒരു മജ്ലിസാണിത്. ഖത്മുൽ ഖുർആനിന്റെ ദുആ ഇവിടെ നിർവഹിക്കാൻ പോവുകയാണ്. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളും നമ്മുടെ മക്കളെ അല്ലാഹുവിൻ്റെ വഴിയിൽ പരിശുദ്ധ കലാമ് പഠിക്കാൻ പറഞ്ഞു വിടാൻ നമുക്കും ഒരു മനസ്സുണ്ടാവണം. ഒരുപാട് ആളുകൾ അവരുടെ മക്കളെ പരിശുദ്ധ കലാമ് പഠിക്കാൻ, അല്ലാഹുവിൻ്റെ കലാമ് പഠിപ്പിക്കാൻ തയ്യാറായി ഓരോ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരോടും, എന്നോടെന്ന പോലെ എല്ലാവരോടും പറയുകയാണ്, പരിശുദ്ധ ഖുർആനിലൂടെയാണ് ഈ ഉമ്മത്തിന് വിജയം കിട്ടുക. ഈ ഉമ്മത്തിന് എന്തെങ്കിലും സന്തോഷിക്കാനുണ്ടെങ്കിൽ അല്ലാഹുവിൻ്റെ കലാമിലൂടെയാണ്. നമ്മൾ ഫലസ്തീനിലേക്ക് നോക്കൂ. അവർ ദുരിതത്തിലാണ്, അവർ പ്രയാസത്തിലാണ്, അവർ പട്ടിണിയിലാണ്, അവരങ്ങേയറ്റത്തെ പ്രയാസങ്ങളുടെ നടുവിലും അവർ സന്തോഷിക്കുന്നത് പരിശുദ്ധ റമദാൻ കൊണ്ടാണ്.
പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഈ യുദ്ധവും കെടുതിയും സംഘർഷവും ഒക്കെ നിറഞ്ഞ ആ ചുറ്റുപാടിന്റെ നടുവിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ മനനം ചെയ്ത് പൂർത്തിയാക്കിയ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള ചെറിയ കുരുന്നുകൾ, ആ കുരുന്നുകളുമായി ബന്ധപ്പെട്ട വലിയ സെലിബ്രേഷൻ അവർക്ക് സാധിക്കുന്ന തരത്തിൽ അവർ ഈ യുദ്ധത്തിന്റെ നാടുകളിലും സംഘടിപ്പിച്ചു എന്നത് ആ സമൂഹത്തെ കുറിച്ച് നമ്മൾ അതിശയത്തോടുകൂടി ഓർക്കണം. അവരിൽ ഓരോരുത്തരും ഉറച്ചു വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ഫലസ്തീൻ എന്ന ഞങ്ങളുടെ സ്വപ്ന രാഷ്ട്രം, അത് സ്വതന്ത്രമായ ആ ഭരണമുള്ള ഒരാളും അധിനിവേശം നടത്താത്ത രാഷ്ട്രം തങ്ങൾക്ക് കൈവരണമെങ്കിൽ ഉറപ്പായും പരിശുദ്ധ ഖുർആൻ മുഖേനയല്ലാതെ അത് സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജനതയാണ് ഫലസ്തീനികൾ. യുദ്ധത്തിനിറങ്ങുമ്പോൾ കമാൻഡർ പറയും, ഫലസ്തീനിന്റെ വിജയം ആയുധ ബലം കൊണ്ടല്ല, അംഗബലം കൊണ്ടല്ല, പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. ഇത് നിരന്തരമായി പറയുകയും ഓർമ്മപ്പെടുത്തുകയും അതിനായി ഓരോ വീട്ടിലും ധാരാളം ഹാഫിളുകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു നാടാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു ഹാഫിളിന്റെ പിന്നിൽ നിന്ന് നമ്മൾ കൈകെട്ടി മനോഹരമായ ഖുർആൻ പാരായണം കേട്ട് നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ആ ഹാഫിളിന്റെ സ്ഥാനത്ത് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ പേരമക്കളെ സങ്കല്പിക്കണം. ആ മക്കളെ നമ്മൾ പഠിപ്പിച്ച് നല്ല ഹാഫിളാക്കി ഇമാമത്ത് നിൽക്കാൻ പ്രാപ്തനായ ഒരാളാക്കി വളർത്തിക്കൊണ്ടുവന്നാൽ അത്തരം പേരമക്കളുടെ പിന്നിൽ അണിനിരന്ന് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. അത് പറയാവുന്നതിനും അപ്പുറമാണ്, വിവരിക്കാവുന്നതിനും അപ്പുറമാണ്. ഒരുപാട് പിതാക്കന്മാർ അത് ആസ്വദിക്കുന്നുണ്ട്. ചില ഹാഫിളുകൾ അവർക്ക് വേണ്ടി അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരാനും ഇമാമത്ത് നിർത്താനും തിരിച്ചു കൊണ്ടുപോകാനും അവർക്ക് വേണ്ടി റമദാനിൽ തന്നെ ചില പിതാക്കന്മാർ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചതായി നമ്മുടെ മുമ്പിൽ അനുഭവ സാക്ഷ്യമായി നേർക്കാഴ്ചയായി നമ്മൾ കാണുകയാണ് ഈ റമദാനിൽ പോലും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ സൗഭാഗ്യമാണ് ഈ മഹല്ലുമായി ബന്ധപ്പെട്ട് ബഹുമാന്യരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഉന്നതരായ പണ്ഡിത മഹത്തുക്കൾ സ്ഥാപിച്ച ജാമിയ ഹിദായത്തുൽ ഇസ്ലാം അടക്കമുള്ള നല്ല സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മക്കളെ 5ാം ക്ലാസ് പൂർത്തിയായ മക്കളുണ്ടെങ്കിൽ, ആൺകുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടി. അവരെ ഹാഫിളാക്കാൻ ശ്രമിക്കും. അതിലൂടെ നമ്മുടെ വീട്ടിൽ വെളിച്ചമുണ്ടാകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഖത്മുൽ ഖുർആന്റെ മജ്ലിസാണ്. ഹാഫിള് മുഹമ്മദ് കൗസരി അവർക്ക് മൈക്ക് കൈമാറുന്നു. അദ്ദേഹം പരിശുദ്ധ ഖുർആൻ, അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. അത് ഏറ്റവും ശാസ്ത്രീയമായ നിലയിൽ പാരായണം ചെയ്യുന്നത് ഒരു വർഷം അദ്ദേഹം പ്രത്യേകമായി പഠിച്ച് പൂർത്തിയാക്കി വന്നിട്ടുള്ള ആളാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം തർത്തീലനുസരിച്ച് അല്പനേരം ദുആയ്ക്ക് മുമ്പായിട്ട് ഇവിടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. അതിന്റെ പര്യവസാനത്തിൽ ദുആയി ഉണ്ടാകും. ആ ദുആയ്ക്ക് ശേഷം ആ ഹാഫിളിനെ നമ്മൾ മുസാഫഹത്ത് ചെയ്ത് മുആനഖ് ചെയ്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് നമുക്ക് യാത്രയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല, അല്ലാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ് മിൻ ഇക്റാമി ദിശൈബത്തിൽ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജരാതര ബാധിച്ച പടുവൃദ്ധന്മാരെ, പ്രായമേറിയ ആളുകളെ നിങ്ങൾ ആദരിച്ചാൽ അല്ലാഹുവിനെ ആദരിക്കുന്നതിന് സമാനമാണ്. വഹാമിലിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, അത് വാരിയല്ലുകൾക്കിടയിൽ മൂടപ്പെട്ട ആ ഹൃദയത്തിൽ ആവാഹിച്ച മനനം ചെയ്തു വെച്ചിരിക്കുന്ന, അത് നിരന്തരമായി പഠനപാരായണം നടത്തുന്ന ഹാഫിളുകളെ ആദരിക്കുന്നത് അള്ളാഹുവിനെ ആദരിക്കുന്നതിൽപ്പെട്ടതാണ്. അവരല്ലാഹുവിന്റെ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ കുടുംബക്കാരാണ് എന്ന് പോലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട്
കുറേ ദിവസങ്ങളായി റമദാനിന്റെ തുടക്കം മുതൽ നമ്മളിൽ അധിക പേരും പങ്കെടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് അദ്ദേഹത്തെ സന്തോഷപൂർവ്വം നമുക്ക് യാത്രയാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ നിർവഹിക്കപ്പെടുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ എല്ലാ ഗുണഫലങ്ങളും ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ കഴിഞ്ഞാൽ ചെറിയൊരു ഇടവേളയുണ്ട്. അതിനുശേഷം 12 മണിക്ക് വീണ്ടും ഒരു മജ്ലിസ് പുനരാരംഭിക്കും. അതിനുശേഷം അത് ഒരു 2:30 മണി വരെ 2 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മജ്ലിസാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു രാത്രി കൂടുതൽ സജീവമാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10 രാത്രികൾ ഇഅ്തികാഫ് കൊണ്ട് സജീവമാക്കുന്ന ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലൈലത്തുൽ ഖദ്റിന്റെ മഹത്തായ സൗഭാഗ്യം നൽകുമാറാകട്ടെ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، قال النبي صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه، كما قال عليه الصلاة والسلام. അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മളുടെ മുന്നിൽ തറാവീഹിന് നേതൃത്വം നൽകാൻ സാധിച്ചു. അല്ലാഹു നമ്മുടെ നമസ്കാരങ്ങളെല്ലാം കബൂലാക്കുമാറാകട്ടെ. ഇതിൽ അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിക്കുക എന്നുള്ളത്. അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അല്ലാഹു തആല അവൻ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്: ഖൈറുക്കും മൻ തഅല്ലമ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആനിനെ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഖുർആനിൻ്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിട്ടില്ല. ഉലമാക്കൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്, ഒരാൾക്ക് ഒരു ഖുർആനിനേക്കാൾ കൂടുതലായി മറ്റു സംഗീതങ്ങളും മറ്റും അവൻ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ അതിനോട് കൂടുതൽ ആഗ്രഹം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ഈമാനിൻ്റെ കുറവാണ്. അത് ഉലമാക്കൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിച്ചു. ഞാൻ 2009 ആലുവയിലുള്ള ജാമിഅത്തുൽ കൗസരിയിൽ എൻ്റെ പിതാവ് ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി അയക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാഹ് 2 വർഷം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കി. ശേഷം 7 വർഷം ആലിം കോഴ്സ് പൂർത്തിയാക്കി. അതിനുശേഷം അൽഹംദുലില്ലാഹ് എൻ്റെ താല്പര്യം കൂടുതൽ ഖുർആനിലായിരുന്നത് കൊണ്ട് ഖുർആനിൻ്റെ തഖസ്സുസ് ഫിൽ ഖിറാഅത്ത് എന്ന വിഷയത്തിൽ ബിരുദാനന്ദ ബിരുദവും നേടാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഖുർആൻ ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ഗ്രന്ഥമാണ്. എത്രത്തോളം സഹാബാക്കൾ ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് കാഫിര്യങ്ങൾ വരെ അത് കട്ടുകൊണ്ട് കേൾക്കുമായിരുന്നു. അവരറിയാതെ ഒളിച്ചു നിന്ന് കേൾക്കുമായിരുന്നു. അത്രയും ഏറ്റവും മാധുര്യമുള്ള വസ്തു ഖുർആനാണ്. ഈ ഖുർആൻ നമ്മൾ ഈ തറാവീഹ് നമസ്കരിക്കുന്നതിനോട് ഖുർആൻ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളെയും ഇതിനെ ഹാഫിളുകളാക്കി തീർക്കാൻ വേണ്ടി സാധിക്കണം. അതിന് നമ്മൾ തീരുമാനമെടുക്കണം. ഓരോ വീടുകളിലും ഓരോ ഹാഫിളുകൾ ഉണ്ടാകണം.
ഇതുപോലെ നമ്മുടെ മക്കളെ ഹാഫിളീങ്ങളാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. നിങ്ങളുടെ മുന്നിൽ അല്പം ഖുർആനിൽ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. സബഅ ഖിറാഅത്ത് എന്ന ഒരു രീതിയിലാണ് ഇൻഷാ അല്ലാഹ് ഖുർആൻ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ അല്ലാഹു തആല 7 രീതിയിലാണ് ഈ ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അൻസലൽ ഖുർആനു അലാ സബഅത്തി അഹ്റുഫ്. അതായത് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഓരോ ജില്ലകളിലും, കേരളത്തിൽ തന്നെ ഒരു ഭാഷയാണെങ്കിലും പല ജില്ലകളിൽ പല രീതിയിലാണ് സംസാരിക്കുന്നത്. ചില നമ്മുടെ അവിടെ എറണാകുളത്താണെങ്കിൽ എന്താ എന്ന് ചോദിക്കുന്നത് ഇവിടെ എന്തുവാ, എന്തേരി എന്നാണ് ഇവിടെ പറയുന്നത്. ചില ആളുകൾ എന്തുവാ, പല രീതിയിലാണ്. അപ്പം എന്നതുപോലെ അറബി ഭാഷയിലും ഓരോ നാടുകൾക്കനുസരിച്ച് അതിൻ്റെ ഉച്ചാരണം വ്യത്യാസമുണ്ട്. ചില സ്ഥലം വാക്ക് മാറും, എന്നാൽ അർത്ഥമെല്ലാം ഒരുപോലെയായിരിക്കും. അപ്പോൾ അതിൻ്റെ 7 രീതിയിലും ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ 7 രീതിയിലും ലോകത്ത് ഓതപ്പെടുന്നുണ്ട്. എന്നാൽ അധികവും ഇമാം ഹഫ്സ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ റിവായത്ത് അനുസരിച്ചാണ് ലോകത്ത് ഓതപ്പെടുന്നത്. ചില ആഫ്രിക്കൻ മേഖലകളിൽ ഇമാം വർഷ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിവായത്ത് അനുസരിച്ചാണ് അവർ ഖുർആനിൽ മാലിക് യൗമിദ്ദീൻ, അവിടെ മലിക് യൗമിദ്ദീൻ എന്നാണ് ഓതുന്നത്. എന്നാൽ അവിടെ അർത്ഥമൊന്നും മാറുന്നില്ല. ഖുർആൻ എഴുതിയിരിക്കുന്നത് തന്നെ നിങ്ങൾ ഒന്ന് തുറന്നു നോക്കിയാൽ മനസ്സിലാകും. മാലിക് എന്ന സ്ഥലത്ത് ലിപിന് ശേഷം അലിഫ് ഉണ്ടാവില്ല. ഈ 7 രീതിയിലും ഓതാവുന്ന രീതിയിലാണ് ഖുർആനിൻ്റെ ലിപി തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലെ ഒരു രീതിയിലാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പാരായണം ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. ولما رأى المؤمنون الأحزاب قالوا هذا ما وعدنا الله ورسوله وصدق الله ورسوله وما زادهم إلا إيمانا وتسليما. من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من
فمنهم من قضي نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما إن الله كان غفورا رحيما بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث صدق الله العظيم السلام عليكم വിദേശത്തുള്ള സഹോദരന് വേണ്ടി ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന الصراطal മുസ്തഖീം صراطal ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد
ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على محمد وعلى آل سيدنا ومولانا محمد. اللهم إنك قلت وقولك الحق المبين وأنت أصدق القائلين. ومن أصدق من الله قيلا ومن أصدق من الله حديثا. قل صدق الله فاتبعوا ملة إبراهيم حنيفا. اللهم إنا نحمدك ونستعينك ونستهديك ونستغفرك ونتوب إليك ونؤمن بك ونتوكل عليك ونثني عليك الخير كله. نشكرك ولا نكفرك ونخلع ونترك من يفجرك. اللهم إياك نعبد ولك نصلي ونسجد وإليك نسعى ونحفد. نرجو رحمتك ونخشى عذابك. إن عذابك الجد بالكفار ملحق. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره. فأهل أنت أن تحمد وأعل أنت أن تعبد وأنت على كل شيء قدير. لك الحمد حتى ترضى ولك الحمد إذا رضيت ولك الحمد بعد الرضا ولك الحمد على كل حال. لك الحمد كالذي نقول وخيرا مما نقول ولك الحمد كالذي تقول. اللهم لك الحمد أنت نور السماوات والأرض ومن فيهن ولك الحمد أنت قيوم السماوات والأرض ومن فيهن ولك الحمد أنت الحق ووعدك حق ولقاؤك حق والجنة حق والنار حق والنبيون حق ومحمد صلى الله عليه وسلم حق والساعة آتية لا ريب فيها. لا إله إلا الله المتوحد في الجلال بكمال الجمال تعظيما وتكبيرا. المتفرد بتصريف الأمور
حكيم حميد. اللهم إنا عبيدك بنو عبيدك بنو إمائك نواصينا بيدك ماض فينا حكمك عدل فينا قضاؤك. نسألك اللهم بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا وضائبنا وسائقنا إلى رضوانك وإلى جناتك جنات النعيم. اللهم انفعنا وارفعنا بالقرآن العظيم الذي أيدت سلطانه وقلت يا عز من قائل سبحانه فإذا قرأناه فاتبع قرآنه ثم إن علينا بيانه. أحسن كتبك نظاما وأفصحها كلاما وأبينها حلالا وحراما ظاهر البرهان محكم البيان محروس من الزيادة والنقصان فيه وعد ووعيد وتخويف وتهديد لا يأتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار على الوجه الذي يرضيك عنا. اللهم اجعلنا ممن يقيم حروفه وحدوده ولا تجعلنا ممن يقيم حروفه ويضيع حدوده. اللهم ألبسنا به الحلل وأسكننا به الظلل وادفع عنا به النقم وزدنا به من النعم يا ذا الجلال والإكرام. اللهم اجعلنا ممن يحل حلاله ويحرم حرامه ويعمل بمحكمه ويؤمن بمتشابهه ويتلوه حق تلاوته. اللهم اجعلنا من أهل القرآن الذين هم أهلك وخاصتك يا ذا الجلال والإكرام. اللهم اجعل القرآن لقلوبنا ضياء ولأبصارنا جلاء ولأسقامنا دواء ولذنوبنا ممحصا وعن النيران مخلصا. اللهم انقلنا بالقرآن من الشقاء إلى السعادة ومن النار إلى الجنة ومن الضلالة إلى الهداية يا ذا الجلال والإكرام. اللهم صل وسلم وبارك على نبينا محمد ولا تجعل لنا في مقامنا هذا ذنبا إلا غفرته ولا هما إلا فرجته ولا كربا إلا نفسته ولا ميتا إلا رحمته ولا مرضا إلا شفيته ولا مريضا إلا عافيته ولا عيبا إلا سترته ولا دينا إلا قضيته ولا ظالما ولا مظلوما إلا نصرته ولا ظالما إلا قسمته ولا عسيرا إلا يسرته ولا حاجة من حوائج الدنيا والآخرة هي لك رضا ولنا فيها صلاح إلا أعدنا على قضائها يا أرحم الراحمين. اللهم اجعلنا لكتابك من التالين وعند ختمه من الفائزين. اللهم اجعلنا عند ختمه من الفائزين وعند النعماء من الشاكرين وعند البلاء من الصابرين. ولا تجعلنا ممن استهوته الشياطين فشغلته في الدنيا عن الدين فأصبح من النادمين وفي الآخرة من الخاسرين. إلهنا قد حضرنا ختم كتابك ونذنا بجنابك فلا تطردنا عنا
الذين لا خوف عليهم ولا هم يحزنون وأن تعتق رقابنا من النار بمنك وكرمك يا رحمن يا رحيم. اللهم اغفر لجميع موتى المسلمين الذين شهدوا لك بالوحدانية ولنبيك بالرسالة وماتوا على ذلك. اللهم اغفر لهم وارحمهم وعافهم واعف عنهم وأكرم نزلهم ووسع مدخلهم واغسلهم بالماء والثلج والبرد
صيامه الجوع والعطش ومن قيامه السحر والتعب. ربنا تقبل منا إنك أنت السميع العليم. سمعنا وأطعنا غفرانك ربنا وإليك المصير. ربنا لا تؤاخذنا